Hi guys, welcome back to our YouTube channel Revokid Vlogs. സോ അങ്ങനെ നമ്മുടെ ഡേ 3 ആണ് ആക്ച്വലി ഇന്ന്. ആദ്യത്തെ 2 ദിവസം നമ്മൾ കേരളത്തിൽ നിന്ന് നേരെ കംപ്ലീറ്റ്ലി വണ്ടി ഡ്രൈവ് ചെയ്ത് ത്രൂ ഔട്ട് 4 പേര് മാറി മാറി ഓടിച്ച് 2 പേര് ഓടിക്കുന്നു, 2 പേര് റെസ്റ്റ് എടുക്കുന്നു. അങ്ങനെ ആ ഒരു രീതിയിൽ ഓടിച്ച് നമ്മൾ ഏകദേശം ഒരു 49 മണിക്കൂർ കൊണ്ട് കേരളത്തിൽ നിന്ന് നമ്മൾ ഹിമാചൽ ബോർഡർ ക്രോസ് ചെയ്ത് അവിടെ എത്തിയിരിക്കുകയാണ്. ആൻഡ് ദാറ്റ് വാസ് ആൻ ഓസം എക്സ്പീരിയൻസ് ഡ്രൈവിംഗ് ദ ബീസ്റ്റ് ഫോർ മോർ ദാൻ 48 hours. അതിനുശേഷം നമ്മൾ നേരെ ഷിംലയിലെത്തി. രാത്രി ഷിംലയിലെത്തി അവിടെ റൂം കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ അവിടെ മാൾ റോഡൊക്കെ ഒന്ന് പോയി രാത്രി ഒന്ന് പോയി ജസ്റ്റ് കറങ്ങി വന്നു. യെസ്, അപ്പോൾ അങ്ങനെ ഉറക്കം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 3-ാമത്തെ ദിവസം നമ്മൾ നേരെ ഷിംലയിൽ നിന്ന് കാലത്ത് എണീറ്റ് നമ്മൾ അടുത്ത സ്ഥലം എവിടെ പോകണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. സോ അതിൽ നമ്മൾ വന്നെത്തിയിരിക്കുന്ന സ്ഥലം കുഫ്രി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെ പോയി. ആ ഒരു പേര് കേട്ടപ്പോൾ നല്ല ഭംഗി തോന്നി. അപ്പോൾ എന്തായാലും അവിടെ പോയി എന്തൊക്കെ കാര്യങ്ങളാണെന്ന് കണ്ടു നോക്കാമെന്ന് ഓർത്ത് ഇറങ്ങിയതാണ്. സോ ഓൺ ദ വേ പോകുന്ന വഴിക്ക് നമുക്ക് ഇവിടെ കുറച്ച് മലനിരകൾ കാണാനായിട്ട് സാധിച്ചു. നമ്മൾ നേരെ തിരിച്ച് ഷിംലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡൽഹി ടണൽ വഴിയാണ് പോകുന്നത്. ടണലുകൾ നമുക്ക് ഇനിയും കുറേ കാണാനായിട്ടുണ്ട്. ടണലിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക മൂഡാണ് കേട്ടോ. ജസ്റ്റ് ഭയങ്കര ഇക്കോയും കാര്യങ്ങളൊക്കെ വന്ന് അയ്യോ. അങ്ങ് മുകളിൽ നിന്ന് മുതൽ താഴെ വരെ നമുക്കിതാ ഇതുപോലെ ചെറിയ ചെറിയ വീടുകളൊക്കെ കാണാനായിട്ട് സാധിക്കും. സോ അങ്ങനെ നമ്മൾ നേരെ ഷിംലയിൽ നിന്ന് നേരെ കാലത്ത് തന്നെ കുഫ്രിയിലേക്ക് വന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പിന്നെ നേരെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ആക്ച്വലി കുറച്ച് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഉള്ളൂ. ലൈക്ക് ഹോഴ്സ് റൈഡിങ്, പിന്നെ യാക്കിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുക, പിന്നെ വേറെ എന്തൊക്കെയായിരുന്നു പറഞ്ഞവര്, ആപ്പിൾ തോട്ടം, പ്ലം തോട്ടം എന്നിങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് അതിൽ വലിയ ഇൻട്രസ്റ്റ് തോന്നാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ച് ഷിംലയുടെ ഭാഗത്തേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഈ റോഡ് കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഒരു ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതൊരു ഡെവലപ്പിംഗ് സിറ്റിയാണ്. ഡെവലപ്പിംഗ് ഒരു 5 കൊല്ലം കഴിയുമ്പോഴേക്കും ഇതിനേക്കാളും ഡെവലപ്പ് ആകും. കാരണം വരുന്ന വഴിക്ക് നമുക്ക് കുറെ കൺസ്ട്രക്ഷൻസ് ഒക്കെ കാണാനായിട്ട് സാധിച്ചു. അതും വേറെ എന്തോ പ്രത്യേകത രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൂടുതലും പിന്നെ അത് നമ്മുടെ റിട്ടേണിംഗ് വാള്, ഇവിടെ കൂടുതൽ ഈ മലനിരകളല്ലേ, അപ്പൊ റിട്ടേണിംഗ് വാള് വെച്ച് അതിന്റെ മേളിലേക്ക് പിന്നെ നമ്മുടെ നാട്ടിലെ പഴയ ചുടുകട്ട ഇഷ്ടിക വെച്ചുള്ള കൺസ്ട്രക്ഷൻ ആണ് കൂടുതലും. അതുപോലെ ചെറിയ സിറ്റീസിന്റെ ഒക്കെ മേളിൽ വേറെ മേൽപ്പാലം ഒക്കെ വന്നിട്ട് അപ്പോൾ ബ്ലോക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവാത്ത രീതിയിൽ. കറന്റ് നമ്മൾ ചെറിയൊരു ബ്ലോക്കിൽ നിൽക്കുവാണ്. കാരണം ചില സ്ഥലത്തൊക്കെ സിംഗിൾ ലൈൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു സൈഡ് ബ്ലോക്ക് ചെയ്തിട്ട് കുറച്ചധികം വണ്ടികൾ കടത്തി വിടും, പിന്നെ അടുത്ത സൈഡ് ബ്ലോക്ക് ചെയ്ത് അവിടെ നിന്ന് അടുത്ത വണ്ടികൾ കടത്തി വിടും. ആ ഒരു രീതിയിലൊക്കെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ എന്തായാലും നമുക്ക് ഷിംല ചെന്നിട്ട് ബാക്കി സ്ഥലങ്ങളൊക്കെ നോക്കിയാലും ഇഷ്ടംപോലെ മാഗി കിട്ടും. മാഗിയാണ് ഇന്ന് കാലത്ത് ഞങ്ങൾ മാഗിയാണ് കഴിച്ചത്. ഇനി അങ്ങോട്ട് കഴിക്കാൻ പോകുന്നത് മാഗി തന്നെ ആയിരിക്കും. അത് എത്ര ദിവസം ഇതൊക്കെയായിരിക്കും നമ്മുടെ ഇനി അങ്ങോട്ടുള്ള ഫുഡിന്റെ രീതിയും കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തായാലും ഈ ഒരു യാത്ര ഇങ്ങനെ തന്നെ തുടർന്ന് പോയിക്കൊണ്ടേ ഇരിക്കാം. ഇനി പോവല്ലോ. അങ്ങനെ ഞങ്ങൾ നേരെ പയ്യെ ഷിംലയിൽ നിന്ന് വിട്ട് നേരെ മണാലിക്ക് തിരിക്കുവാണ്. ആക്ച്വലി ഷിംലയിൽ നമ്മൾ വന്നത് ഇന്ന് വെള്ളിയാഴ്ചയായിപ്പോയി. നല്ല തിരക്കാണ്. തിരക്കെന്ന് പറഞ്ഞാൽ വീക്കെൻഡ് ആയതുകൊണ്ട് വെള്ളി, ശനി, ഞായറൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. റോട്ടിലൊക്കെ നല്ല ബ്ലോക്കാണ്. അപ്പോൾ നമുക്ക് കാണാനായിട്ട് അങ്ങനെ അത്രമാത്രം സ്ഥലങ്ങളും നമ്മളൊന്നും പോയൊന്നുമില്ല ആക്ച്വലി. അപ്പോൾ നേരെ മണാലി ചെന്ന് നമുക്ക് മെയിനായിട്ട് കാണേണ്ടത് മഞ്ഞുമലകളാണ്. സോ എന്തായാലും നേരെ നമ്മൾ അങ്ങോട്ടുള്ള യാത്ര തിരിച്ചിരിക്കുകയാണ്.
അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ പോകുന്നു സുന്ദർ നഗർ എന്ന് പറഞ്ഞ സ്ഥലം എത്തിയിട്ടുണ്ട്. ഹാർട്ട് ഓഫ് ഹിമാചൽ എന്നും പറഞ്ഞാണ്. വെൽക്കം ടു സുന്ദർ നഗർ എന്നുള്ളൊരു ബോർഡൊക്കെ കണ്ട് നമ്മൾ നേരെ അവിടെ നിന്ന് പോന്നുകൊണ്ടിരിക്കുകയാണ്. സോ ആദ്യം കുറേ നേരം നമ്മളൊരു ഗട്ട് റോട്ടിലൂടെ വന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം നമുക്ക് ചണ്ഡീഗറിൽ നിന്ന് മണാലിക്ക് പോകുന്ന ഒരു ഹൈവേ കിട്ടി. ഹൈവേ കിട്ടിയാലും നല്ല ബ്ലോക്ക് ഉണ്ട്. കുറച്ച് ദൂരം കഴിഞ്ഞ് ഏകദേശം ബ്ലോക്ക് മാറുമെന്നാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത്. 10 കിലോമീറ്റർ ഒക്കെ ആണെന്നുണ്ടെങ്കിലും 8.5 കിലോമീറ്റർ ആകുമ്പോൾ നമ്മൾ നേരെ ഗൂഗിൾ മാപ്പിനെ ആശ്രയിച്ചാണ് നമ്മുടെ യാത്ര മുഴുവനും. അപ്പോൾ എന്തായാലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. വൈകിട്ട് ഒരു 8 മണിയോട് കൂടി നമ്മൾ എവിടെ എത്തുന്നത്? മണാലി എത്തുമെന്ന് പറയപ്പെടുന്നു. ഒരു 8:30 ആകുമ്പോഴത്തേക്കും കയറി ചെല്ലാം. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൺമുന്നിൽ അന്ന് ദൂരെ നമുക്ക് മഞ്ഞുമലകൾ കാണാൻ സാധിക്കുന്നുണ്ട്. സോ അവിടെ എത്തിപ്പെടുമോ എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു യാത്ര ആരംഭിച്ചതും. അതിലേക്കുള്ള തന്നെ യാത്രയിൽ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റുമൊക്കെ കുറേ മലനിരകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 12 മണിക്ക് മലനിരകൾ കാണിച്ചിരിക്കും. മഞ്ഞ മലനിരകൾ. അത് ശരി. ഇന്ന് നമ്മള് മഞ്ഞ് കാണാൻ ചാൻസ് കുറവാണ്. ഇന്ന് ഞാൻ മണാലി എത്തിക്കാന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇയാള് ഫുള്ള് ഊടായിപ്പാ. പിന്നെ ഉള്ളിലെടുത്ത് കേട്ടോ. ചേട്ടാ ചോട്ടാ ബസ് ധൈര്യമായിട്ട് പോരെ, ധൈര്യമായിട്ട് പോരേട്ടാ. അയ്യോ അവൻ ചേർന്ന രണ്ടാമത്തെ ബോർഡിന്റെ പേരാണ് ഇല്ലേ. ഇവിടെയൊക്കെ അത്യാവശ്യം പണികളൊക്കെ നടന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. വലിയൊരു ടണലിന്റെ പണിയാണ് ഇവിടെയൊക്കെ നടക്കുന്നത് ഈ റൂട്ടില്. അപ്പൊ അങ്ങനെ നമ്മൾ നേരെ മണാലിക്ക് പോണ വഴിക്കുള്ള ആദ്യത്തെ ഒരു വലിയൊരു ടണൽ നേരെ ക്രോസ് ചെയ്യുകയാണ്. അയ്യവാ അമ്പോ, വേറെ ഒരു വൈബാണ് ആക്ച്വലി ഒരു ടണലിന്റെ അകത്ത് കയറി കഴിയുമ്പോൾ തന്നെ. നമ്മുടെ നാട്ടിൽ നമുക്ക് കുതിര ടണൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ വളരെയധികം ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു അതിനകത്തേക്കൂടെ വണ്ടി ഓടിക്കണത്. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങോട്ടുള്ള റൂട്ടുകളിൽ ഇതുപോലെ ഇഷ്ടംപോലെ ടണലുകൾ കിട്ടുന്നതാണ്. അയ്യവാ അതിന്റെ നിവർന്ന് അങ്ങ് കിടക്കുവാണ് കേട്ടോ ടണല്. അങ്ങ് അറ്റം കാണാത്ത രീതിയിൽ അങ്ങ് ദൂരെയാണ് ടണൽ നിൽക്കുന്നത്.
ചെയ്യുന്നു. അപ്പം തന്നെ നേരെ അടുത്ത ടണലിലേക്ക് നമ്മൾ കയറുവാണ്. ടണൽ നമ്പർ 12. ആൻഡ് യെസ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ തൊട്ട് മുന്നേ കയറിയ ടണലുകളൊക്കെ ആക്ച്വലി പുതിയതായിട്ട് വന്നതാണ്. ആൻഡ് ഇതാണ് പഴയ ടണൽ. അതാവുമ്പോൾ ആ ഒരു പാറയുടെ കഷ്ണവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ചുറ്റും കാണാനൊക്കെ ആയിട്ട് സാധിക്കും. അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. വീക്കെൻഡും കൂടി ആയത് കാരണം എല്ലാ ആൾക്കാരും തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. സീസൺ തുടങ്ങിയ സമയമാണല്ലോ.